നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട്. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കംപ്ലീഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്ത പെർമിറ്റിൻ്റെത് ചെയ്യണോ അതോ കേസ്മാർട്ട് വഴി തന്നെ പെർമിറ്റ് എടുത്തിട്ട് അതിൻ്റെ കംപ്ലീഷൻ വീഡിയോ ചെയ്താൽ മതിയോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടത് ഇമ്പോർട്ടഡ് പെർമിറ്റിൻ്റെ കംപ്ലീഷൻ വീഡിയോ ചെയ്യാനാണ്. അത് ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ കൊടുത്ത ഒരു ഫയൽ ചില ഡോക്യുമെൻറ്റ്സിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അപ്രൂവൽ കിട്ടാതെ വന്നപ്പോൾ ഞാൻ അപ്രൂവൽ കിട്ടി അതിൻ്റെ തന്നെ കംപ്ലീഷൻ വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പോൾ അപ്രൂവൽ കിട്ടാതെ വന്നതുകൊണ്ടുള്ളൊരു ഡിലേ ആണ്. അപ്പോൾ ഇന്ന് എന്തായാലും അപ്രൂവൽ ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കംപ്ലീഷൻ പ്ലാനിൽ 1-2 കാര്യങ്ങളും കൂടി ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരു ഡ്രോയിങ് ആയിരിക്കും അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഒക്യുപ്പൻസി കംപ്ലീഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു പോകുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ച വേറൊരു സംശയം, ഇമ്പോർട്ട് ചെയ്ത പെർമിറ്റ് കംപ്ലീഷൻ ചെയ്യുമ്പോൾ PDF ആയിട്ടാണോ ചെയ്യേണ്ടത് അതോ ഓട്ടോമാറ്റഡ് മോഡ് ലെയർ മാട്രിക്സ് വെച്ചാണോ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയമാണ്. ശരിക്കും ഇത് നമ്മൾ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്? ചെയ്ത് നോക്കുമ്പോൾ സംശയങ്ങൾ വരാതെ ചോദിക്കാം, പക്ഷെ ചെയ്തു പോലും നോക്കാതെ അങ്ങനെ ഒരു സംശയം നിങ്ങൾ ചോദിക്കരുത്. കാരണം ഒക്യുപ്പൻസി കംപ്ലീഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ജസ്റ്റ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റ് ലഭിച്ചതും ഇമ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള ഫയൽസ് ഇവിടെ കാണിക്കും. ഇതിൽ ഇപ്പം ഞാൻ ചെയ്യാനുള്ളത് ഈ 3ാമത്തെ ഫയലാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് കൊടുത്ത് പോവുകയാണെങ്കിൽ പെർമിറ്റ് ഹിസ്റ്ററി, ഒക്യുപ്പൻസി കംപ്ലീഷൻ പ്രൊസീഡ് കൊടുക്കുക, പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് പ്രൊസീഡ് കൊടുക്കുക, ലൈസൻസ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് കൊടുക്കുക. ലൊക്കേഷൻ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അത് പ്രൊസീഡ് കൊടുത്ത് പോയാൽ മതി തൽക്കാലം. അത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരും. ഡീഡ് നമ്മൾ മുമ്പ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഡോക്യുമെൻറ്റ്സാണ് ഇവിടെ കാണിച്ചു തരാം. ഓണർ ഡീറ്റെയിൽസ് ഇതൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ കംപ്ലീഷൻ സമയത്ത് പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലാൻഡ് ഡീഡ്, ലാൻഡ് ടാക്സ് ഇതൊക്കെ ഒന്നുകൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ഡേറ്റൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ പുതിയത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ ആധാരം അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒറിജിനൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ കോപ്പിയാണ്, പക്ഷേ അറ്റസ്റ്റഡ് കോപ്പിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒറിജിനൽ ബാങ്കിലായതുകൊണ്ട് ഇത്രയും ചെയ്യുക. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ അതേഴ്സിൽ പോയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. റൂൾ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ലെയർ മാട്രിക്സ് വെച്ച് ചെയ്ത CAD ഫയൽ അല്ലെങ്കിൽ DXF ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടോ? ഇമ്പോർട്ട് ചെയ്ത പെർമിറ്റിന് ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇതുപോലും എടുത്ത് നോക്കാതെ ഡ്രോയിങ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ സംശയം ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നത്, ഇമ്പോർട്ട് ചെയ്ത പെർമിറ്റ് ആണെങ്കിൽ, ഇമ്പോർട്ട് ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഒക്യുപ്പൻസി കംപ്ലീഷൻ്റെ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ പെർമിറ്റ് പാസ്സായി കിടക്കുന്നതും ഇമ്പോർട്ടഡ് പെർമിറ്റിൻ്റെയൊക്കെ ഓപ്ഷൻസ് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും അപ്രൂവൽ കിട്ടിയ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പെർമിറ്റ് കിട്ടിയത് ഏത് ടൈപ്പിലാണോ അതിൻ്റെ കംപ്ലീഷൻ ആയിട്ടായിരിക്കും അതിൽ വരിക. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം പറയൂ എന്നുള്ളതാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറ്. റൂൾ വെരിഫിക്കേഷനിൽ ആദ്യം ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സറൗണ്ടിങ് പ്ലോട്ട്സിൻ്റെ ടൈപ്പ് ഇവിടെ ചോദിക്കുന്നുണ്ട്, യൂസേജ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ ലാൻഡാണ്. ഗാർഡൻ ലാൻഡ് വിത്ത് റോഡ് ആക്സസ് ഞാൻ അത് തന്നെ കൊടുത്തു പോകുന്നുണ്ട്. അടുത്ത നിയറസ്റ്റ് ബിൽഡിംഗ് നമ്പറാണ്, അത് കൃത്യമായിട്ട് കാണിക്കുക. ഇലക്ട്രിക് പോസ്റ്റ് നമ്പറും കൃത്യമായിട്ട് കാണിക്കുക. അതിനുശേഷം നമ്മളുടെ പ്ലോട്ടിന് സമീപത്ത് കൂടി പോകുന്നത് നോട്ടിഫൈഡ് റോഡാണോ അല്ലെങ്കിൽ റോഡിൻ്റെ ടൈപ്പ് എന്താണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് കംപ്ലീഷൻ 2025 ഫെബ്രുവരി 10 കാണിക്കുന്നുണ്ട്.
നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യട്ടോ. അതിനുശേഷം സേവ് ചെയ്യുക. സൈറ്റ് പ്ലാന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. സർവീസ് പ്ലാൻ ചെയ്ത് കൊടുത്തു. ബിൽഡിംഗ് പ്ലാൻ ഇത് നമ്മൾ സങ്കേതത്തിലൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്ന അതേ രീതി തന്നെ PDF ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. പാർക്കിംഗ് പ്ലാന് കൊമേഴ്ഷ്യലൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ പാർക്കിംഗ് പ്ലാന് മറ്റ് ഒക്യുപ്പൻസികൾക്ക് പാർക്കിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺസ്ട്രക്ഷൻ ബ്ലോക്ക് റെഫറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. ന്യൂ കൺസ്ട്രക്ഷൻ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും വരിക കേട്ടോ. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കവേർഡ് ഏരിയ ഇവിടെ ചോദിക്കുന്നുണ്ട്. നമ്മൾ കംപ്ലീഷൻ സമയത്തൊക്കെ കവേർഡ് ഏരിയയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക. ഇവിടെ 96.51 പോർച്ച് 11.4 107.91 കവേർഡ് ഏരിയ വരുന്നത്. കൃത്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹൈറ്റ് ഓഫ് ബിൽഡിങ് സെയിം ആണ്. അത് ഓക്കെ ആണെങ്കിൽ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ അവിടെ കറക്റ്റ് വന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഇപ്പോൾ 0 വന്നുള്ളത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഭാഗം. ഇത് പോർച്ചും കൂടി ആഡ് ചെയ്ത് വന്നുകൊണ്ട് കേട്ടോ. പാർക്കിങ്ങിന് വേണ്ടി കൊടുത്ത ഏരിയയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഏരിയയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രൗണ്ടിലോ ഫസ്റ്റിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഏരിയ ചെറുതായിട്ട് കൂടുകയോ കുറയുകയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്തു പോകാൻ പറ്റും. ആ കൂടുതൽ വന്നിട്ടുള്ള ഏരിയയ്ക്ക് റെഗുലറൈസേഷൻ ഫീ ആണ് ഈടാക്കുക കേട്ടോ. അല്ലാതെ ആ ഒരു പ്ലാന് കൊണ്ടുപോയിട്ട് റെഗുലറൈസേഷൻ ആയിട്ട് ഈ പെർമിറ്റേ വേണ്ടാന്ന് വെച്ചിട്ട് റെഗുലറൈസേഷൻ പ്ലാനായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പല ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ പറയുന്നതായിട്ടും പലരും എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. പല ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ പറയുന്നതായിട്ട്. അപ്പോൾ അത് ശരിയല്ല. റെഗുലറൈസേഷൻ പ്ലാന് കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, നിങ്ങൾ ഗ്രൗണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിന് മുകളിൽ ഒരു സ്റ്റെയർ ക്യാബിൻ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് കംപ്ലീഷൻ കൊടുക്കാൻ പറ്റില്ല. പ്ലാന് റിവൈസ് ചെയ്യണം. റിവൈസ്ഡ് പ്ലാനിന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം കംപ്ലീഷൻ ചെയ്യുക കേട്ടോ. അങ്ങനെ പറ്റുള്ളൂ. ഒരുപാട് പേരുടെ സംശയമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഏരിയയിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്നത് റൂൾ വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാനുവലി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം ചോദിക്കുന്നത് നമ്മൾ ആക്സസ് വിഡ്ത്തിൻ്റെ കാര്യമാണ്. 300 മീറ്റർ സ്ക്വയർ വരെ ഏരിയ വരുന്ന റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് റിക്വയർഡ് വിഡ്ത്ത് കാണിക്കുന്നത് ശരിക്കും ആക്സസ് വിഡ്ത്ത് കാണിക്കുന്നത് 0 ആയിട്ടാണ്. പ്രൊവൈഡഡ് നമ്മൾ എത്രയാണോ കൊടുത്തിട്ടുള്ളത്, സൈറ്റിൽ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ചെയ്യാട്ടോ. ഇവിടെ ഫുൾ ആക്സസ് വിഡ്ത്താണ്, നേരെ റോഡിലേക്കാണ്. ഞാനിവിടെ സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ടില്ല. അത് ചെയ്യുന്നത് നല്ല കേട്ടോ. ആക്സസ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഫുൾ ആക്സസ് വിഡ്ത്ത് ആയതുകൊണ്ട് ഞാൻ 14.18 കൃത്യമായിട്ട് മീറ്ററിൽ കാണിക്കുക. വയലേഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നോ കൊടുക്കുക, സേവ് കൊടുക്കുക. അടുത്ത 23(2) എന്ന് പറഞ്ഞാൽ റൂൾ നമ്പർ 23 എല്ലാവർക്കും അറിയാം. റോഡിൽ നിന്നും നമ്മൾ പാലിക്കേണ്ട മിനിമം ഡിസ്റ്റൻസ് ആണ്. റൂൾ അനുസരിച്ച് അത് മുനിസിപ്പൽ റോഡാണ് വരുന്നത്. 3 മീറ്ററാണ് നമ്മൾ ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് കൃത്യം 3 മീറ്റർ തന്നെ കേട്ടോ. സേവ് കൊടുക്കുക. പാർക്കിംഗ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ 0 കൊടുത്ത് പോകണേ, അല്ലെങ്കിൽ നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആവശ്യമില്ലാത്ത കേസ് 0 കൊടുക്കുക. റിക്വയർഡും പ്രൊവൈഡും 0 കൊടുക്കുക. വയലേഷൻസ് ഇല്ല എന്നുള്ളത് കാണിച്ചതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. 2 വീലർ പാർക്കിങ്ങും അതുപോലെ തന്നെ ചെയ്യാം. ഡിഫറൻ്റ്ലി ഏബിൾഡ് പാർക്കിംഗ് കേട്ടോ. വിസിറ്റേഴ്സ് പാർക്കിംഗ് ഇത് എല്ലാ തരം ഒക്യുപ്പൻസികൾക്കുള്ള വെരിഫിക്കേഷനാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഈ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്യാം. ലോഡിങ് ആൻഡ് അൺലോഡിങ് ആവശ്യമില്ല. അടുത്ത ഫ്രണ്ട് യാർഡ്, നമുക്ക് റിക്വയർഡ് ഫ്രണ്ട് യാർഡ് 3 മീറ്ററാണ്. പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതും 3 മീറ്ററാണ്. സേവ് കൊടുക്കുക. അടുത്ത സൈഡ് യാർഡ് 1, നമുക്ക് ആവശ്യമുള്ളത് 1 മീറ്ററാണ്. നമ്മൾ കൊടുത്തിട്ടുള്ളത്
3.68. സേവ് കൊടുക്കുക. സൈഡ് യാർഡ് 2 1 മീറ്ററാണ് ആവശ്യമുള്ളത്. നമ്മൾ 2.04 കൊടുത്തിട്ടുണ്ട്. സേവ് കൊടുക്കുക. റിയർ യാർഡ് ആവശ്യമുള്ളത് 1.5 ആണ്. നമ്മൾ 19.22 കൊടുത്തിട്ടുണ്ട്. അടുത്ത എക്സിറ്റ് വിഡ്ത്ത്. നമ്മൾ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ആകുമ്പോൾ എന്തായാലും 1 മീറ്റർ മിനിമം ഒക്കെ കൊടുത്തിട്ടല്ലേ ചെയ്യുള്ളൂ. 1 മീറ്ററോ അല്ലെങ്കിൽ 90 സെൻറ്റിമീറ്ററോ കൊടുത്തിട്ടൊക്കെ ചെയ്യുള്ളൂ മെയിൻ ഡോർ. അപ്പോൾ ഞാനിവിടെ 1 മീറ്റർ തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്ലാനിൽ 1 മീറ്ററിനെ കാണിച്ചിട്ടുള്ളത്. വയലേഷൻസ് ഒന്നും വരുന്നില്ല. സേവ് കൊടുക്കുക. നമ്പർ ഓഫ് സ്റ്റെയർ കേസ് ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, ഞാൻ ഒരെണ്ണം കാണിക്കുന്നുണ്ട്. ഫയർ എസ്കേപ്പ് സ്റ്റെയർ ആവശ്യമില്ലാത്തതാണ്, 0 കൊടുക്കുക. റെയിൻ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മളുടെ കവേർഡ് ഏരിയ കൊടുത്തത് 107.91 ഇൻറ്റു 25 ലിറ്റർ. 2697.75 ആവശ്യം. 2697.75 ലിറ്ററാണ് ആവശ്യം കൊടുത്തിട്ടുണ്ട്. പ്രൊവൈഡഡ് നമ്മൾ 4500 ലിറ്റർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വയലേഷൻസ് ഒന്നുമില്ല. സേവ് കൊടുക്കുക. അടുത്തത് കണക്റ്റഡ് ലോഡാണ്. ഇതൊക്കെ നമ്മൾ ജനറൽ ഓക്യുപ്പൻസികൾക്കാണ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 1 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അഡീഷണൽ റൂൾസ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടത് ഈ 16 റൂൾസാണ് കേട്ടോ. അതിനുശേഷം സേവ് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ, നമുക്ക് ആവശ്യമുള്ള ഡോർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ആണ്, അപ്പോൾ ഒറ്റ നമ്പർ മതി. ടോട്ടൽ കോമൺ ഏരിയ 0 ആണ് കൊടുക്കുന്നത്. എക്സ്ക്ലൂഡഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പോർച്ചിൻ്റെ ഏരിയ 11.4 അതിവിടെ കാണിക്കുന്നുണ്ട്. സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ആൻഡ് ഫ്ലോർ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ആൻഡ് ഫ്ലോർ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഡോർ നമ്പർ 1 സെലക്ട് ചെയ്യുക. ഫ്ലോർ നമ്പർ, ഗ്രൗണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റും സെലക്ട് ചെയ്യുക കേട്ടോ. ഓക്യുപ്പൻസി ടൈപ്പ് റെസിഡൻഷ്യലാണ്. പ്ലിന്ത് ഏരിയ വരുന്നത് പോർച്ച് മൈനസ് ചെയ്തിട്ട് ബാക്കി 176.92 വരുന്നത്. കോമൺ ഏരിയ വരുന്നില്ല, എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പോർച്ച് മാത്രമേ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ. ഫ്ലോർ നെയിം, ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലിന്ത് ഏരിയ ചോദിക്കുന്ന കേട്ടോ. 96.51. കോമൺ ഏരിയ 0 ആണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ 80.41. അടുത്തത് റൂഫ് ടൈപ്പാണ് ചോദിക്കുന്നത്. RCC ആണ് വരുന്നത്, അപ്പോൾ 100 തന്നെ കൊടുക്കുക. ഫ്ലോർ ടൈപ്പും നമുക്ക് ടൈലാണ് വരുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഏത് ടൈപ്പാണ് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ളൊരു പെർസെൻറ്റേജ് കൊടുക്കുക. ഏജ് ഓഫ് ബിൽഡിംഗ് ബിലോ 10 years ആണ് കാണിക്കേണ്ടത്. AC ഇല്ല. ബിൽഡിംഗ് യൂസേജ് സിംഗിൾ ഫാമിലി ആകുമ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. സബ് യൂസേജും ഹൗസസ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നോ കൊടുക്കുക.
ഈസ് ദ ബിൽഡിംഗ് ടു ബി ഓക്യുപ്പൈഡ് ബൈ അതർ ദാൻ ഓണർ. ഓണർ അല്ലാതെ മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നോ കൊടുക്കുക, സേവ് ചെയ്യുക. ഇവിടെ കണ്ടോ ഗ്രൗണ്ട് ആൻഡ് ഫസ്റ്റ് ഫ്ലോർ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പോർച്ച് മൈനസ് ചെയ്തിട്ടുള്ള ടോട്ടൽ പ്ലിന്ത് ഏരിയ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പ്രൊസീജിയർ കൊടുക്കുമ്പോൾ ഒരു എറർ കാണിക്കും കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കണ്ടോ ഇത്രയും കാര്യങ്ങളും കൂടി നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്. ഇത് നമ്മൾ പ്രൊസീജിയർ കൊടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് കാണാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ പ്രൊസീജിയർ കൊടുക്കുമ്പോൾ നേരെ അതിങ്ങനെ വന്ന് നിൽക്കുക. അതിൻ്റെ മുകളിൽ ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ അറിയാതെ പ്രൊസീജിയർ കൊടുത്ത് പോകും. ഇതും കൂടി ഫില്ല് ചെയ്യണം കേട്ടോ. ബിൽഡിംഗ് സോണ് നിങ്ങളുടെ ഏരിയയ്ക്ക് അനുസരിച്ച് കൊടുക്കുക. ഞാൻ പ്രൈമറി കൊടുക്കുന്നുണ്ട്. 5 മീറ്ററിൽ താഴെ വരുന്ന ഒരു മുനിസിപ്പൽ റോഡാണ് വരുന്നത്. നെയിം ഓഫ് നിയറസ്റ്റ് റോഡ് NSS സ്കൂൾ റോഡ്. കൃത്യമായിട്ട് റോഡിൻ്റെ പേര് കൊടുക്കുക, സേവ് കൊടുക്കുക. ഇതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് കൊടുത്താൽ അത് പോയിക്കോളൂ കേട്ടോ. ഓക്കെ, ഇവിടെ സെസ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കട്ടെ. അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എത്ര എമൗണ്ടാണ് അടച്ചത്, അതിൻ്റെ റെസിപ്റ്റ് നമ്പറും ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കണം കേട്ടോ. NOC കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലോട്ടാണ്. പ്രൊസീഡ് കൊടുത്ത് പോവുക. ഒരു കംപ്ലീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. 2 ഓണേഴ്സാണുള്ളത്. 2 പേരുടെയും പേരും അഡ്രസ്സും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഐ അഗ്രി കൊടുത്ത് മുന്നോട്ട് പോവാം. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തതൊക്കെ വേറെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. ഐ അഗ്രി കൊടുത്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ വാലിഡേറ്റ് ചെയ്യുക, ഓണർക്ക് ഫോർവേഡ് ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം തിരിച്ച് ലൈസൻസിൻ്റെ ലോഗിനിൽ കയറിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ കൺഫ്യൂഷൻസ് തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ഫാസ്റ്റിലാണ് പറഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻസായിട്ട് അറിയിക്കാം. കമൻസായിട്ട് അറിയിക്കുമ്പോൾ കൂടുതൽ നമുക്ക് സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ വാട്സപ്പ് നമ്പർ കൊടുക്കുമ്പോൾ അതിലൊരു 80% ആൾക്കാർ മാത്രമേ വാട്സപ്പിൽ വന്ന് ഞാൻ ആ കൊടുത്ത നമ്പർ പ്രകാരം വാട്സപ്പിൽ വന്ന് സംശയങ്ങൾ ചോദിക്കാറുള്ളൂ. അപ്പോൾ ടൈപ്പ് ചെയ്ത് പറയാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ നമുക്ക് വോയിസ് ആയിട്ട് അയക്കാനും പറ്റുള്ളല്ലോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ നൽകിയിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത പെർമിറ്റിൻ്റെ കംപ്ലീഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു.